കരകളഞ്ഞ വീരത്വം കളിയാടിയിരുന്ന കേരളത്തിന്റെ ആയോധന കലാ പാരമ്പര്യത്തിൽ കളരിപ്പയറ്റിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. ആയോധന കലകളുടെ മാതാവെന്ന് വിശേഷിപ്പിക്കുന്ന കളരിപ്പയറ്റ് മലയാളക്കരയ്ക്ക് പരിചിതമാകുന്നത് വീരഗാഥകളിലൂടെയാണ്. തച്ചോളി ഉദയനൻ, ആരോമൽ ചേകവർ, ഉണ്ണിയാർച്ച തുടങ്ങിയവരുടെ വീരപരാക്രമങ്ങൾ കഥാഗാനങ്ങളിലൂടെ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ഇതിലൂടെ കളരിപ്പയറ്റിന് ജനപ്രീതിയേറി. കളരിപ്പയറ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രക്ചേർഡ് ഓൾഡസ്റ്റ് മാർഷൽ ആർട്ട് ഫോമാണ്. സ്ട്രക്ചേർഡ് ഓൾഡസ്റ്റ് മാർഷൽ ആർട്ട് ഫോം. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർഷൽ ആർട്സ് ഇവോൾവ് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ റേസിന്റെ ഇവല്യൂഷന്റെ കൂടെയാണ് മാർഷൽ ആർട്സ് ഇവോൾവ് ചെയ്ത് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ റേസിന്റെ ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഏജസിനെ ഡിഫൈൻ ചെയ്യുന്നത് സ്റ്റോൺ ഏജ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റോൺസിനെ നമ്മൾ വെപ്പൺസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നു. ബ്രോൺസ് ഏജ്, ബ്രോൺസിനെ നമ്മൾ പല രീതിയിലുള്ള ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചു. അയൺ ഏജ് എന്ന് പറയുമ്പോൾ അയണിന്റെ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചു. നമ്മൾ എപ്പോഴും സിവിലൈസേഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ആയുധങ്ങളെ കുറിച്ച് എപ്പോഴും പഠിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഇവല്യൂഷൻ തന്നെ മാർഷൽ ആർട്സിന്റെ എവല്യൂഷനോടൊപ്പം പാരലലി സംഭവിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നോളജിനെ ഡോക്യുമെന്റ് ചെയ്ത സ്ഥലമാണ് ഭാരതം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കളരി ഫൈറ്റിന്റെ ആ വേർഡ് എന്നുണ്ടായി എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ ട്രേസ് ബാക്ക് ചെയ്യാൻ പറ്റുന്നത് സംഘം ലിറ്ററേച്ചറിലാണ്. സംഘം ലിറ്ററേച്ചർ ഏതാണ്ട് 2500-3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട സംഘം ലിറ്ററേച്ചറിലാണ് നമുക്ക് കളരി എന്നുള്ള വാക്ക് കാണാൻ പറ്റുന്നത്. അപ്പം കള്ളിഗോകിന കളരി എന്നുള്ള വാക്ക്, കോഴൈ കളരി എന്നുള്ള വാക്ക്, ഇങ്ങനെ തുടങ്ങിയ വാക്കുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അതിൽ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, അകമ്പാടലുണ്ട്, പുറംപാടലുണ്ട്, കുണ്ടലകേശി, വളയാപതി, തിരുമുരുകാറ്റുപട തുടങ്ങിയ സംഘം ലിറ്ററേച്ചർ. ആ വാക്ക് വളരെ റൂട്ടഡ് ആയിരുന്നു. കളം എന്നുള്ള വാക്കിൽ നിന്നാണ് കളരി എന്നുള്ള വാക്ക് ഉണ്ടായത്. അപ്പൊ ആ വാക്ക് അവിടെ കാണാം. ആ വാക്കിന്റെ അർത്ഥം ഒരു പ്രൊഫൗണ്ട് സ്പേസ്. ഇപ്പൊ നമുക്ക് എഴുത്ത് കളരികളുണ്ട്, അല്ലെ, നാടക കളരികളുണ്ട്. അപ്പൊ ഒരു സ്പേസിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ആ സ്പേസിനെ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കളരി പയർച്ചി അല്ലെങ്കിൽ കളരി പ്രാക്ടീസ് നടന്നിരുന്ന സ്ഥലങ്ങൾ കളരി പയറ്റിലേക്ക് എന്നുള്ള വാക്കിലേക്ക് ചെയ്തില്ല. ഇപ്പൊ ചരിത്രപരമായിട്ട് ഇന്ന ദിവസം തുടങ്ങി എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റേഷൻ കളരിക്കില്ല. അപ്പൊ കളരിയുടെ ചരിത്രം എപ്പോഴും ചോദിക്കുമ്പോൾ എല്ലാവരും പരശുരാമനിലും അഗസ്ത്യരിലും പോയി നിൽക്കുന്ന ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റേഷനേക്കാൾ കുറച്ചുകൂടെ മിഥോളജിക്കൽ ഡോക്യുമെന്റേഷൻസിലാണ് എല്ലാവരും പോയി നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ഭാഗത്ത് ഈ ബ്യൂട്ടിഫുൾ മാർഷൽ ആർട്സ് ഒരു മിനിമം 3000 വർഷങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വടക്കൻ സമ്പ്രദായത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മെയ്ത്താരി, കോൽത്താരി, അങ്കത്താരി, വെറുങ്കൈ എന്ന് പറയുന്ന 4 ഭാഗങ്ങളിലൂടെയാണ് അതിന്റെ പ്രോഗ്രഷൻ. നമ്മൾ പൊതുവെ നോക്കുമ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലാസിക് കളരിപ്പയറ്റ് നമ്മൾ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വടക്കൻ സമ്പ്രദായത്തിന്റെ കളരിപ്പയറ്റാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. തെക്കൻ സമ്പ്രദായത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സർവൈവലാണ് നമ്മൾ കാണുന്നത്. സർവൈവൽ, അതായത് കുറച്ചുകൂടെ മർമ്മത്തിൽ അല്ലെങ്കിൽ മർമ്മങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ലേണിംഗ് ആണ് സൗത്തിൽ കാണുന്നത്. അതിന്റെ ചുവടുമുറകളാണെങ്കിലും ആയുധമുറകളാണെങ്കിലും ഇളക്കുമുറകളാണെങ്കിലും തടവുമുറകളാണെങ്കിലും എല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ ഹീലിംഗിലേക്കും മർമ്മപ്രധാനമായിട്ടും സർവൈവൽ ആർട്ടായിട്ടാണ് നിൽക്കുന്നത്. കൂട്ടുകൾ, തിരിവുകൾ അങ്ങനെയൊക്കെ വരുന്ന രീതിയിൽ ഒരു സർവൈവൽ ആർട്ടായിട്ടാണ് നിൽക്കുന്നത്. ഇത് 2 ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള 2 സ്റ്റൈൽ ഫോംസ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഇപ്പോ നാഷണൽ ഗെയിംസും സ്പോർട്സ് ഇനമായിട്ടൊക്കെ കളരിപ്പയറ്റ് ഇവോൾവ് ചെയ്ത് വന്നത് കൊണ്ട് തന്നെ വടക്കൻ, തെക്കൻ, മധ്യ കേരള സമ്പ്രദായങ്ങൾ എന്നുള്ളത് മാറി കളരിപ്പയറ്റ് എന്നുള്ള വലിയ ബ്രാക്കറ്റിലേക്ക് എല്ലാ സമ്പ്രദായങ്ങളും ഏകീകരിച്ചു വന്നു. വടക്കും തെക്കും കളരിപ്പയറ്റിനെ അതിൻ്റെതായ രീതിയിൽ രൂപപ്പെടുത്തി ഇന്നും നിലനിൽക്കുന്ന പ്രാദേശിക കയ്യൊപ്പുകൾ സൃഷ്ടിക്കുന്നു. എന്നാൽ ഈ വ്യത്യാസങ്ങൾ മാറ്റത്തിന്റെ പകുതി മാത്രമേ പറയുന്നുള്ളൂ. യഥാർത്ഥ പരിവർത്തനം കാലങ്ങളിലൂടെയാണ് സംഭവിക്കുന്നത്. കളരിപ്പയറ്റിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ഒന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പം ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഡ്രസ്സിൽ ഞങ്ങളൊക്കെ ലങ്കോട്ടി കൊടുത്തുകൊണ്ടായിരുന്നു ശരീരം ആസകലം നല്ല എള്ളെണ്ണ തേച്ച് പിടിപ്പിച്ച് അത് ആ എള്ളെണ്ണ കുറച്ച് കുടിച്ച് അതിനൊക്കെ ശേഷമാണ് നമ്മൾ കളരി ഇറങ്ങിയിരുന്നത്. ഇന്ന് കാര്യമായിട്ട് കളരികളിലൊന്നും തന്നെ അത്തരം സംസ്കാരം നിലനിൽക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നല്ല വൃത്തിയുള്ള ഡ്രസ്സുകളും അതുപോലെ എണ്ണ കുടിക്കാൻ പറഞ്ഞാൽ തന്നെ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ വളരെ പ്രയാസമാണ്.
ഞങ്ങളൊക്കെ ഒരു രാവിലെ തന്നെ ഒരു കോഴിമുട്ട, നാടൻ കോഴിമുട്ട, അത് വേവിക്കാത്ത അത് കുടിക്കും. അത് കഴിഞ്ഞ് ആ മുട്ട തൊണ്ട് നിറയെ എള്ളെണ്ണ കുടിക്കും. മുൻ തലമുറ കളരിപ്പയറ്റിനെ ഒരു യുദ്ധ സമ്പ്രദായത്തിൽ നിന്ന്, അതിൽ നിന്നാണ് നമ്മുടെ കളരി ശരിയായിട്ടുള്ള രീതിയിൽ ഇതിലേക്ക് വന്നിട്ടുള്ളത്, ഒരു ആർട്ട് എന്നുള്ള തലത്തിലേക്ക് വന്നിട്ടുള്ളത്. അതിനെ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രം ആണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്നത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റാണ്. കുട്ടികളുടെ പഠന വൈകല്യങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ, കുട്ടികളിൽ കൃത്യനിഷ്ഠ കൊണ്ടുവരാൻ, അച്ചടക്കം കൊണ്ടുവരാൻ ഒക്കെ ഉപകരിക്കുന്ന ഏറ്റവും നല്ല ഒരു ആയോധന കലയായിട്ട് കളരിപ്പയറ്റ് മാറിയിരിക്കുന്നു. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റുഡൻസിനേക്കാളും കൂടുതൽ, വിദ്യാർത്ഥികളെക്കാളും കൂടുതൽ രക്ഷിതാക്കൾക്കാണ് ഇതിൽ കൂടുതൽ താല്പര്യം. ഒരു ടൈമിൽ തീരെ നശിച്ചുകൊണ്ടിരിക്കുന്ന ആയിരുന്നു നമ്മുടെ കളരികളെങ്കിൽ ഇപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് അതിനൊരു പുനരുജ്ജീവനം വന്നതുപോലെയുള്ള നല്ലൊരു, എല്ലാ ഭാഗത്തും അതിൻ്റേതായ ഒരു അന്വേഷണങ്ങളും ധാരാളം സ്റ്റുഡൻസ് ഇത് പഠിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം. കളരിപ്പയറ്റിനെ ഒരു ആയോധന കലയെന്നതിനുപരിയായി ഗുരുക്കന്മാർ വിശേഷിപ്പിക്കുന്നു. കളരിയെ അച്ചടക്കം, ബഹുമാനം, ആത്മനിയന്ത്രണം എന്നിവയാൽ രൂപപ്പെടുത്തിയ ഒരു മുഴുവൻ ജീവിത രീതിയായി കണക്കാക്കാം. ഈ ജീവിത രീതി പുരുഷന്മാരിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല. സ്ത്രീകൾക്കായി ഈ പരിശീലനം കൂടുതൽ സജ്ജമാക്കുമ്പോൾ അവരുടെ സാന്നിധ്യം എന്തുകൊണ്ട് പ്രധാനമാണ് എന്ന ചോദ്യത്തിന് ഇവിടെ ഉത്തരം കിട്ടുന്നു. കളരി പഠിച്ചാൽ എന്താ ഗുണം ഞങ്ങൾക്ക് അറിയുന്നത്? കളരി പഠിച്ചാൽ മാനസികമായും ശാരീരികമായും ഒറ്റയ്ക്ക് പോകാനും വരാനും ഒക്കെയുള്ള ധൈര്യം ഉണ്ടാവും. അതിനുവേണ്ടിയാണ് ഇന്നത്തെ കുട്ടികളോട് പെൺകുട്ടികൾ കളരി പഠിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഈ 76 വർഷത്തിനിടയിൽ അന്ന് കാലത്ത് ഒരുപാട് പെൺകുട്ടികളൊന്നും കളരിയില്ല. കാരണം എൻ്റെ പെൺകുട്ടികളുണ്ടാവും. ഇപ്പോഴാണ് കൂടുതൽ പെൺകുട്ടികൾ കളരി വരുന്നത്. അന്ന് 6 വയസ്സാകുമ്പോൾ ഞാൻ കളരിയിൽ വന്നു. പക്ഷെ അന്നൊരു 5 പെൺകുട്ടികളുണ്ട്. പിന്നെയാണ് കുട്ടികൾ പ്രായപൂർത്തിയായ കളരിയിലേക്ക് വരാം. വീട്ടുകാരെ സമ്മതിക്കൂല. അതിനുശേഷം പിന്നെയും പുതിയ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാനും എൻ്റെ ഭർത്താവിൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു, ആരും കൂടി കളരിയിൽ തന്നെ ആയതുകൊണ്ട് ഇവിടെ തന്നെയായി. പണ്ട് കാലത്ത് എന്ന് പറയുമ്പോൾ സിനിമയാണ് നമ്മൾ സച്ചോയെ പറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ട് പരിചയമാകുന്നത്. പക്ഷെ ഇന്ന് പലരും പലതരത്തിലാണ് ബുക്ക് എഴുതുന്നത്. ബുക്കിൽ പലരും നമ്മളെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴും അറിയാൻ പറ്റാത്തൊരു സ്ഥിതിയാണുള്ളത്. ബുക്കുകൾ ഓരോ ഗുരുക്കന്മാരും ഓരോ തരത്തിലും ബുക്കിൽ പലതരമായ കാര്യങ്ങളാണ് എഴുതി വെക്കുന്നത്. അത് ഏത് സത്യമാണ് കളവാണ് നമുക്ക് ഒരാളോട് പറയാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. നല്ല നല്ല ബുക്കൊക്കെ ഉണ്ട്, നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് കൂടാതെ വേറെ ഗുരുക്കന്മാർ ചെല്ലുമ്പോൾ വേറെ സ്ഥലത്തിലാണ് എഴുതിക്കാറുള്ളത്. നമ്മൾ ഏതാണ് വിശ്വസിക്കേണ്ടത്? പച്ചവെളിതനില്ല, ഉണ്ണിയാർച്ചയില്ല എന്നുവരെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആത്മഹത്യ എന്ന് പറയുമ്പോൾ നമ്മളതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഒരു സംഭവത്തെപ്പറ്റി നമുക്ക് അങ്ങനത്തെ ഒരു അറിഞ്ഞുകൂടാത്ത വലിയ ആൾക്കാർ കിട്ടുന്ന സംഭവമാണ് ആത്മഹത്യ. പക്ഷേ അത് വന്നിട്ട് പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അന്ന്. അപ്പോൾ എന്ന് വെച്ചാൽ പല അമേരിക്കനും പല രാജ്യത്തു നിന്നും ഇവിടെ വന്നിട്ട് ഇൻ്റർവ്യൂ കളിയും കളിച്ച് പോയതാണ്. അവരാണ് അവിടെ എത്തിച്ചത്. ഇങ്ങനെ ഒരാളുണ്ടെന്നുണ്ട്. അന്നേരം നല്ലപോലെ കളി കണ്ട് ഒരുപാട് കാലം ഒരുപാട് സ്റ്റേജിൽ ഒരുപാട് പെർഫോം ചെയ്ത് ചരിത്രമുണ്ട്. അങ്ങനെയാണ് അവരോട് എത്തിയത്. പക്ഷേ കിട്ടിയപ്പോൾ ഞെട്ടിപ്പോയി. വിശ്വസിക്കാൻ പറ്റാത്ത ചേനർ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് സത്യം തന്നെയാണോ? നാളെ പറയുന്നത് വേറെ അറിയാം, ആൾ മാറിപ്പോയത്. അത്രോട് നമ്മൾ അതേപ്പറ്റി ചിന്തിച്ചിട്ടില്ല. എന്താ പറയുക, കുറച്ച് ദിവസങ്ങളെ ഒരു ഒഴുക്കം മട്ടിലാണ് ജീവിതം. കരാത്തയും കുംഫുവും ലോകോത്തര ആയോധന കല ആയി എന്ന് നമ്മൾ പരിശോധിച്ചാൽ എന്തുകൊണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ബ്രൂസ് ലീ മൂവീസ് വന്നതിന് ശേഷമാണ് കുംഫു, കരാത്തെ തുടങ്ങിയ ആയോധന കലകൾക്ക് ലോകത്ത് മൊത്തത്തിൽ ഒരു ഇത് കിട്ടിയത്. നിങ്ങൾ ആലോചിച്ചാൽ അറിയാൻ പറ്റും. ചൈനീസ് മൂവീസ് നമ്മൾ കാണുമ്പോൾ അതിൽ മാർഷൽ ആർട്ട്, ട്രഡീഷണൽ മാർഷൽ ആർട്ട് മൂവീസിൽ എത്രത്തോളം അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ചൈനീസ് മൂവീസ് എന്ന് കാണുന്ന ഒരു 50% മൂവീസും മാർഷൽ ആർട്ട് മൂവീസ് ആണ്. ശരിയാണോ അല്ലയോ? നമ്മൾ ഇന്റർനാഷണലി റിലീസ് ചെയ്യുന്ന മൂവികളെല്ലാം മാർഷൽ ആർട്ട് മൂവീസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ മാർഷൽ ആർട്സിന് വേൾഡ് വൈഡ് ഒരു അറ്റൻഷനും ഒരു ഓഡിയൻസ് അത് കാണിക്കുന്നത്. ടോണി ജാ മുവത്തായ് പോലുള്ള മാർഷൽ ആർട്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നു. ജാക്കി ചാനും ബ്രൂസ് ലീയും ഒക്കെ മറ്റ് ചൈനീസ് മാർഷൽ ആർട്ടുകൾ കൊണ്ടുവന്നതുപോലെ
ഇന്ത്യയിൽ ഈ മാർഷൽ ആർട്സ് സ്വഭാവങ്ങളിൽ നിന്നുകൊണ്ട് മാർഷൽ ആർട്ടിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള കളരി ബൈറ്റിന്റെ അടിത്തറയിൽ നിന്നുള്ള ഒരുപാട് സിനിമകൾ വന്നാൽ അതൊരു ലോകോത്തരമായിട്ട് കളരിയെ അഡ്രസ് ചെയ്യിപ്പിക്കാമെന്ന് തന്നെ പറയാം. കളരിപ്പയറ്റിന് ഒരുപാട് നല്ല ഭാവിയുണ്ട്, പക്ഷേ അതിന് ഒരുപാട് പരിമിതികളുണ്ട്. അതിൽ നമുക്ക് ചില സത്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ പലരും പുകം ചുളിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വായിലിരിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് മുഴുവൻ കാര്യങ്ങളും തുറന്നു പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ ഭാവി എന്നുള്ളത് അതിനെ മറ്റ് സ്ഥലങ്ങളിലേക്ക്, ഈ കേരളത്തിൽ നിന്നും വിട്ട് ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇതിനെ എത്തിക്കേണ്ടതുണ്ട്. അതിലുപരി ഇതിൻ്റെ ഗുണങ്ങൾ സാധാരണക്കാരിലേക്കും മറ്റുള്ള ജനങ്ങളിലേക്കും എത്തിക്കേണ്ടതുണ്ട്. വരും ഭാവി കാണുന്ന ട്രെൻഡ് വെച്ച് വരും ഭാവിയിൽ ലോകോത്തര ഒരു മാർഷൽ ആർട്ടായിട്ട് തന്നെ കളരിപ്പയറ്റ് പൊസിഷൻഡ് ആകും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ്. ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയുടെ മേളനമായി കളരിപ്പയറ്റ് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഉയർന്നു വന്നു. തലമുറകളിലൂടെ അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സംസ്കാരങ്ങളുടെ വ്യതിയാനം, ആധുനിക സമ്മർദ്ദങ്ങൾ, മാറിക്കൊണ്ടിരിക്കുന്ന പ്രതീക്ഷകൾ എന്നിവയാൽ പാരമ്പര്യ കലകൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കളരിപ്പയറ്റിന്റെ കാതൽ ഒരിക്കലും തകർന്നിട്ടില്ല. ഓരോ കളരി സമ്പ്രദായങ്ങളിലും സന്തുലിതാവസ്ഥ, അവബോധം, ആന്തരിക ശക്തി എന്നിവയുടെ ആഴമേറിയ മൂല്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. സാങ്കേതികയ്ക്കപ്പുറം, പ്രകടനത്തിനപ്പുറം, വാർപ്പുകൾക്കപ്പുറം കളരിപ്പയറ്റ് ഒരു ജൈവമായ പൈതൃകമായി തുടരുന്നു. പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും അതിൽ ആഴത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ അതിനെ സജീവമായി നിലനിർത്തുന്നു.